ദരിദ്ര നാരായണന്മാരെന്നും ഈ കുപ്പത്തൊട്ടിലാണ് ആളുകൾ കിടക്കും എന്ന് പറയുന്ന ഉത്തർപ്രദേശ് സാർ 5000 രൂപ കൊടുക്കുന്നുണ്ട്. നമ്മളെക്കാൾ ഉയർന്ന പണമാണ് സിക്കിമും തെലുങ്കാനയും കൊടുക്കുന്നത്. പ്രകാശ് മാഷയുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ UP കൊടുക്കുന്നത് 500 രൂപയും കേരളം കൊടുക്കുന്നത് 7000 ആണെന്ന്. 1000-ന്റെയും 1500 രൂപയുടെ വ്യത്യാസമേ ഈ ദരിദ്ര നാരായണന്മാരുടെ UPയും മഹാനവി വികസന സൂചികയിൽ എല്ലാം തന്നെ ഒന്നാം സ്ഥാനമുള്ള കേരളവും തമ്മിലുള്ളൂ സാർ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടി ഇത് എത്രത്തോളമാണ്, ഏതൊക്കെ രീതിയിലാണ് ഇവർ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതെന്ന്. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സാർ, ഇത് ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ മാത്രമല്ല സാർ, ഇപ്പം ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ, പിന്നെ ഹരിത വർക്കർമാരുടെ കാര്യത്തിൽ സാർ നമ്മൾ മനസ്സിലാക്കേണ്ട, കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനം മേടിക്കുന്ന 2500 പേരുണ്ട് സാർ. 2500 പേര് അത് അവകാശപ്പെടുന്നുള്ളൂ. അവർക്ക് 120 രൂപ കൊടുക്കാൻ ഈ സർക്കാരിൻ്റെ കയ്യിൽ സാർ പണമില്ല. 4 മാസമായിട്ട് ആ പണം മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കേരളത്തിലെ ധനകാര്യ മിസ്മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വരുത്തി വെച്ചിട്ടുള്ള വലിയൊരു വിനയുടെ ഭാഗമായിട്ടാണ് ഈ ആശാ വർക്കർമാർ ഇന്ന് തെരുവീതിയിൽ കിടന്നിട്ട് ഈ രാവും പകലും വെയിലും മഴയും കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവരുടെ നിലപാട് എന്താണ്? ഒരു കൂട്ടർ പറയുന്നു, ഒരു മന്ത്രി പറയുന്നു കുത്തിയിളകി വന്നവരാണെന്ന്. കുത്തിയിളകി വരാൻ ഇവർ കടുന്നലുകളാണോ? മറ്റൊരാൾ പറയുന്നു പാട്ടപ്പിരിവുകാരല്ല സാർ, പാട്ടയിൽ വരുന്ന കൂത്താടികളെ നശിപ്പിക്കുന്നവരാണ് ഈ ആശാ വർക്കർമാർ. മറ്റൊരാൾ പറയുന്നു ഒരു ചൂലുകളാണ്, ഓരോരോ കുറ്റിച്ചൂല് പോലുള്ള സംഘടന. സാർ, ഈ കുറ്റിച്ചൂലുകൾ മുഴുവൻ ഒന്നായി നിന്നിട്ട് പിണറായി വിജയന്റെയും സർക്കാരിനെയും അടിച്ചിറക്കേണ്ട സമയമായിരിക്കുന്നു സാർ. അപ്പൊ കുറ്റിച്ചൂടുകൾ തന്നെയാണ് കേരളത്തിന്റെ ശുചീകരണ പ്രവർത്തികൾക്ക് ഇറങ്ങി തിരിച്ചുള്ള കാര്യം കൂടി ഓർത്തിരിക്കണം. അപ്പൊ നോക്കൂ, നമ്മളെ ഒരു വലിയ ആരോഗ്യ പ്രതിസന്ധിയുടെ അങ്ങ് പറഞ്ഞല്ലോ, UPയിലും മധ്യപ്രദേശിലും ഒക്കെ ഇങ്ങനെ ഗംഗയിൽ ശവങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുമ്പോഴും സാർ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത് ഈ കേരളത്തിലാണ് സാർ. ഏറ്റവും കൂടുതൽ കോവിഡ് വ്യാപനം ഉണ്ടായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഇന്നുള്ളത് സാർ ഈ കേരളത്തിലാണ്. അപ്പോൾ നമ്മൾ കൊട്ടിഘോഷിക്കപ്പെട്ട ആരോഗ്യ മേഖലയിലൊക്കെ കൃത്യമായിട്ടുള്ള ചർച്ച നടത്തുമ്പോൾ നമുക്ക് പലതും പറയേണ്ടി വരും. അപ്പോൾ അത് നിൽക്കട്ടെ, ഇങ്ങനെ ആത്മപ്രശംസ കൊണ്ട് ഇങ്ങനെ കേരളത്തെ മൂടുന്നത് കൊണ്ട്, ഇപ്പം ഞങ്ങൾ കേരളത്തിനെതിരായി നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ എന്ത് പറഞ്ഞാലും അങ്ങനെ ആന്റി എഗനിസ്റ്റ് കേരള ആളുകളാണല്ലോ. അപ്പോൾ നിങ്ങൾ ആത്മപ്രശംസ കൊണ്ട് മൂടുമ്പോഴും വസ്തുതകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സർക്കാർ ഇതിനകത്ത് പുഴയിൽ ഒഴുകാതിരുന്നത് അല്ല, മരിച്ചവരുടെ കണക്ക് നിങ്ങൾ നിങ്ങൾ മരിച്ചവരുടെ കണക്കും കോവിഡ് ബാധിച്ച് മരിച്ചവർ ഏത് കണക്കിൽ പെടുത്തിയിട്ടാണ് മരണപ്പെടുത്തിയതെന്നൊക്കെ നമുക്കറിയാമല്ലോ. നിങ്ങൾ NHMന്റെ കണക്ക് പരിശോധിക്ക്. കോവിഡ് ബാധിച്ച് ഏറ്റവും മരിച്ച 2ാമത്തെ സംസ്ഥാനം കേരളമാണ് സാർ. നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ NHMുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 24 അവസാനത്തെ വിഹിതമായിട്ടുള്ള 102.5 കോടി രൂപ കൊടുത്തു കേന്ദ്രം. പിന്നെ കേന്ദ്രത്തിന് ഏത് രീതിയിലാണ് കേന്ദ്രത്തിന് കൃത്യമായിട്ടുള്ള NHM എന്ന് പറയുന്ന 10 ലക്ഷം ആശാ വർക്കർമാരെ ബന്ധപ്പെട്ടുള്ള ഒരു നയരേഖയുണ്ട്, ഒരു പോളിസിയുണ്ട്. ആ പോളിസിയുമായി കൃത്യമായിട്ടും മുന്നോട്ട് പോവുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ പൊതുജന ആരോഗ്യം എന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് സാർ. അതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? അപ്പം നമുക്ക് രാവും പകലും കഷ്ടപ്പെടുന്ന ഇവരെ അധിക്ഷേപിക്കുന്നു. അങ്ങ് നേരത്തെ പറഞ്ഞ ഈ പ്രകാശ് മാഷ് പറഞ്ഞ പോലെ കൂലി, അങ്ങനെ ഒരു സംവിധാനമേ, അങ്ങനെ ഒരു വേജിന്റെ പട്ടികയിലെ ഇവർ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ കൂലി എന്ന് പറയാൻ പോലും പറ്റില്ല സാർ. അങ്ങനെ ഒരു വേജ് പട്ടികയിൽ പെടുത്തുകയാണെങ്കിൽ ഇവർക്ക് കിട്ടുന്ന വിഹിതം 700 രൂപയാണോ? 1000 രൂപയിൽ കൂടുതൽ ഡെയിലി വേജ് കേരളത്തിലെ സർവ്വസാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്കുണ്ട്. അതിൻ്റെ ഒരു ആനുകൂല്യം ഇവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ നോക്കൂ, നമ്മുടെ നാട്ടിലെ കേരളത്തിൻ്റെ വലിയ ആരോഗ്യ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പ്